അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീറത്തും സ്വഭാവവും കൂടുതൽ ഓർക്കുവാനും പഠിക്കുവാനും കഴിയുന്ന റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് സ്വാഗതമായി. റബീഉൽ അവ്വൽ വരുമ്പോൾ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ എന്തൊക്കെയാണ് ഒരുക്കി നിർത്തേണ്ടത്? വീടും വസ്ത്രവും മാത്രം ഒരുങ്ങുന്നതിനു പകരം നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തനുസരിച്ച് ഒരുങ്ങുകയാണ് വേണ്ടത്. റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുക്കി നിർത്തേണ്ട 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്വലാത്ത് ചൊല്ലാൻ സമയം മാറ്റിവെക്കുക എന്നതാണ്. ആദ്യമായി നമ്മൾ ഒരുങ്ങേണ്ടതും നമ്മുടെ നാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ ദിവസത്തിൽ ഒരു പ്രത്യേക സമയം മാറ്റിവെക്കണം. സ്വലാത്ത് ചൊല്ലുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന മഹത്തായ ഒരു ഇബാദത്താണ്. അതിനാൽ ഈ മാസം വരുമ്പോൾ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ദിവസവും സ്വലാത്ത് ചൊല്ലാൻ ഒരു ചെറിയ ലക്ഷ്യം വയ്ക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലണം. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്ത് പഠിക്കാൻ ഒരു പുസ്തകം ഒരുക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പഠിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് ജീവിച്ചത്, എങ്ങനെയാണ് കുടുംബത്തോട് പെരുമാറിയത്, കുട്ടികളോട് എങ്ങനെയായിരുന്നു, പാവപ്പെട്ടവരോട് എങ്ങനെയായിരുന്നു, ശത്രുക്കളോട് പോലും എത്രമാത്രം ക്ഷമയും കരുണയും കാണിച്ചു, ഇതെല്ലാം നമുക്ക് പഠിക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നതോടൊപ്പം അവിടുത്തെ ജീവിതം പഠിക്കുകയും പിന്തുടരുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ്. മൂന്നാമത്തേത് ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ സ്ഥിരമാക്കുക എന്നതാണ്. റബീഉൽ അവ്വൽ ഒരു സുന്നത്ത് പഠിച്ച് ജീവിതത്തിൽ സ്ഥിരമാക്കാൻ തീരുമാനിക്കാം. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാ ചൊല്ലണം അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലതു കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം. അതേപോലെ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക, മറ്റുള്ളവരോട് പുഞ്ചിരിയോടെ പെരുമാറുക തുടങ്ങിയ സുന്നത്തുകൾ. ഒരു സുന്നത്ത് പഠിക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക, പിന്നെ മറ്റൊരു സുന്നത്തും കൂടി പഠിക്കുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പതുക്കെ സുന്നത്ത് നിറഞ്ഞ ജീവിതമായിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദുആയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, കുടുംബത്തിനും സമൂഹത്തിനും മുഴുവൻ ഉമ്മത്തിനും വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി, മുഴുവൻ മുസ്ലിം ഉമ്മത്തിനു വേണ്ടി. റബീഉൽ അവ്വൽ വരുമ്പോൾ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ ദുആയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ദിവസവും അതിൽ നിന്നും ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ്. അഞ്ചാമത്തേത് ദിക്റിനായി സമയം മാറ്റിവെക്കുക എന്നതാണ്. നമ്മുടെ നാവിനെ ദിക്റ് കൊണ്ട് നനയ്ക്കണം. രാവിലെയും വൈകുന്നേരവും ദിക്റുകൾ ചൊല്ലാൻ ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മുടെ ഒഴിവു സമയങ്ങളിൽ അനാവശ്യമായ കാര്യങ്ങളിൽ സമയം കളയുന്നതിനു പകരം ദിക്റും ഖുർആൻ പാരായണവും ചെയ്യാൻ ശ്രമിക്കണം. ആറാമത്തേത് ദാനധർമ്മത്തിനും നന്മകൾക്കും തയ്യാറാകുക എന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാകുക. ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകാം, ആവശ്യമുള്ള ഒരാളെ സഹായിക്കാം, ഒരാളുടെ വിഷമം കേൾക്കാം, ഒരു നല്ല വാക്കു പറയാം, ഒരു പുഞ്ചിരി നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കുമ്പോൾ കരുണയും ദാനശീലവും മറ്റുള്ളവരോടുള്ള സ്നേഹവും നമുക്ക് കാണാൻ കഴിയും. അതിനാൽ റബീഉൽ അവ്വൽ നമ്മിൽ നന്മ വർദ്ധിപ്പിക്കുന്ന ഒരു മാസമാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഏഴാമത്തതെന്നു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ കൂട്ടുകുടുംബത്തിൽ, കൂട്ടുബന്ധങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ വസ്ത്രധാരണയിൽ, പെരുമാറ്റത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിച്ച് നല്ല സ്വഭാവങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. റബീഉൽ അവ്വൽ അവസാനിച്ചാലും ഈ മാറ്റം അവസാനിക്കരുത്. മറിച്ച് ഈ മാസം നമ്മെ കൂടുതൽ നല്ലൊരു മുസ്ലിമാക്കി മാറ്റുന്ന തുടക്കമാകണം. ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഉൽ അവ്വൽ വരുമ്പോൾ അല്ലെങ്കിൽ റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഒരു കാര്യം ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം ഒരു മാസത്തേക്ക് മാത്രം ഒതുങ്ങേണ്ടതല്ല. നമ്മുടെ ജീവിതം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടരാനുള്ള ശ്രമമായിരിക്കണം. അതിനാൽ ഈ റബീഉൽ അവ്വലായി ഇപ്പോഴും നമുക്ക് ഹൃദയത്തെ ഒരുങ്ങാം. ഇൻഷാ അല്ലാഹ്. സീറത്ത് പഠിക്കാം, അതുപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കാം, സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരാം, ദുആ ചെയ്യാം, മറ്റുള്ളവരുടെ കരുണ കാണിക്കാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാഥാർത്ഥ്യമായി സ്നേഹിക്കുകയും അവിടുത്തെ സുന്നത്ത് പിന്തുടരുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വലാത്തെല്ലാം ധാരാളമായി വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ചൊല്ലുന്നത് വഴി തങ്ങൾ അറിയുകയും അത് തങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവുകയും മൗലൂദ് പാരായണം ഇതെല്ലാം നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ മുത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി ജീവിച്ച തങ്ങളാണ്. വഫാത്ത് സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് അത്രയും നമ്മളെ സ്നേഹിച്ചു. മഹ്ശറയിൽ എല്ലാവരും സിംഹാസനത്തിൽ കയറിയിരിക്കുമ്പോൾ തങ്ങൾ മാത്രം ഇരിക്കുന്നില്ല. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും അല്ലാഹു വിചാരണ ചെയ്ത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് ഓർത്ത് പേടിച്ച് അർശിൻ്റെ തണലിൽ ഇരിക്കുമ്പോൾ മലക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ അല്ലാഹു വിചാരണ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നബി തങ്ങൾ ഓടിച്ചെന്ന് അല്ലാഹുവിൻ്റെ മുന്നിൽ കേഴുന്നുണ്ട്. അത്രയ്ക്കും നമ്മളെ സ്നേഹിച്ച തങ്ങളെ പേരിൽ നമ്മൾ ഒരിക്കലും സ്വലാത്ത് ചൊല്ലാണ്ടിരിക്കരുത്. ഈ റബീഉൽ അവ്വൽ നമുക്ക് വളരെ ധന്യമാക്കണം. തങ്ങളോട് ഇഷ്ക് വർദ്ധിപ്പിക്കണം, സ്വലാത്ത് ചൊല്ലണം. ഇത് മരണം വരെയും കൊണ്ടുപോകണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ധാരാളമായി ഈ റബീഉൽ അവ്വൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുവാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പിൻപറ്റി ജീവിക്കുവാനും എല്ലാം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ഉപകരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഇസ്ലാമികപരമായിട്ടുള്ള വീഡിയോ ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മാഷിദ മറിയം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അടുത്ത വീഡിയോയിൽ കാണാം. ദുആ വസിയത്തും